നാളെ ഇവരുടെ വിവാഹം കഴിഞ്ഞാൽ കുറേ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഇവനെ ഏൽപ്പിക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. എന്നും എൻ്റെ സച്ചിയുടെയും തണലിൽ ജീവിച്ചാൽ പോരല്ലോ. സ്വന്തമായി ബിസിനസ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവട്ടെ. അതിനുള്ളതൊക്കെ സന്ദീപ് ജർമ്മനിയിൽ പോയി പഠിച്ചതല്ലേ. അതിന്റെ ഗുണം എന്തായാലും ഉണ്ടാവുമല്ലോ. എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല മാഷെ. കച്ചവടത്തെക്കുറിച്ച് എങ്ങനെയാ പഠിപ്പിക്കാൻ കഴിയുന്നത്? ഇന്നത്തെ വലിയ വലിയ ബിസിനസ്മാന്മാരൊക്കെ ഇതൊക്കെ പഠിച്ചു ചെയ്തതാണോ? താഴെ തട്ടിൽ തുടങ്ങി വളർന്നു വന്നവരല്ലേ. ബിസിനസ് ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ ഈ പഠിത്തമൊക്കെ ഒരു ധൈര്യത്തിന് മാത്രം. നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂട്ടാൻ സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. സന്ദീപിന് പിന്നെ നല്ല ധൈര്യവും ആത്മവിശ്വാസം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അല്ല, എന്തിനിറങ്ങി തിരിച്ചാലും സന്ദീപിന്റെ ധൈര്യം കൊണ്ട് അത് വിജയിക്കുകയും ചെയ്യും. എല്ലാവരോടും എന്ത് കാര്യവും മനസ്സിൽ വെക്കാതെ തുറന്ന് സംസാരിക്കുന്ന കാര്യത്തിൽ മാത്രം ചെറിയൊരു പ്രശ്നമുള്ളത്. അങ്ങനെ എല്ലാവരോടും എല്ലാം പറയരുത് സന്ദീപേ. അത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും. കറക്റ്റ്. ആ, അത് മീര പറഞ്ഞത് ശരിയാ. ചിലത് മനസ്സിൽ തന്നെ വെക്കാനുള്ളതാ. ആരോടും അതേപ്പറ്റി സംസാരിക്കരുത്. നാളെ നിന്റെ ഭാര്യയാകാൻ പോകുന്ന ഈ അനക്കയോട് പോലും. ചിലത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളായിരിക്കും സംഭവിക്കുന്നത്. ആഹാ, എല്ലാരും നേരത്തെ എത്തിയോ? ഇല്ല, കുറച്ചു നേരേ ആയുള്ളൂ. നിങ്ങളിന്ന് വരുന്ന ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ദാ, ഇതെല്ലാം നിങ്ങൾക്ക് നാളെ വിവാഹത്തിനിടാനുള്ള ഡ്രസ്സുകളാ. മാഷു മുതൽ ആവണി മോൾക്ക് വരെയുള്ള ഡ്രസ്സുകൾ ഇതിലുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അവന്തിയെ. അതൊന്നും പറ്റില്ല. എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് ആർക്കും ഒരു കുറവും വരരുത്. സന്ദീപിന്റെ അനഘയുടെയും വിവാഹം എപ്പോ നടത്താൻ തീരുമാനിച്ചാലും ഇവർക്കുള്ള മുഹൂർത്തം എത്രയും പെട്ടെന്നായിരിക്കും. പിന്നെ ഓടി നടന്ന് എല്ലാം ചെയ്യണം. പൊരുത്തമുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. ഇവർക്ക് രണ്ടുപേർക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് വേഗം നടത്തി കൊടുക്കണം. അതാണ് അതിന്റെ ശരി. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവന്റെ സംസാരം. ഇവൻ എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. അപ്പോഴൊക്കെ ഞാൻ ടെൻഷനാവും. ഇനി ഈ വിവാഹത്തിന് സമ്മതമല്ലാന്ന് മറ്റോ ആണോന്ന്. അതുമല്ലെങ്കിൽ വേറെ ആരെങ്കിലും മനസ്സിലുണ്ടോ എന്ന് പറയാനാണോന്ന്. അങ്ങനൊന്നും അല്ലെന്ന് അറിയാമെങ്കിലും വെറുതെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ഇവൻ വന്ന് ഇത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത് പറയാനാണോ ഇവന് ഇത്രയും ടെൻഷൻ അടിച്ചതെന്ന് ഓർത്ത്. ഇതിവന്റെ സ്ഥിരം പരിപാടിയാ.
മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ച് പകുതി കൊന്നിട്ടേ ഇവനെല്ലാം സമ്മതിക്കൂ. അതെ അതെ, അത് കറക്റ്റാ സന്ദീപിന്റെ ഒരു കാര്യം. അല്ല, ആതിര എവിടെ? കാണുന്നില്ലല്ലോ. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ആഹാ, മുകളിലാണോ? എന്നാ ഞാൻ പോയി അവരെ കണ്ടിട്ട് വരാം. ആ, ഈ കവറിങ് തന്നേക്ക്. ഞാൻ തന്നെ ആതിരയ്ക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയിട്ട് വരാം. പാവം, ഒറ്റയ്ക്ക് കിടന്ന് ഓടുക എല്ലാത്തിനും. മോളെ, നീ ഇങ്ങനെ കരഞ്ഞ എത്രയെന്നും പറഞ്ഞ ഞാൻ നോക്കി നിൽക്കുന്ന. നീയായിട്ടല്ലേ എല്ലാം തടയുന്നേ. ഇനി സന്ദീപിന് വേണ്ടി കരയില്ലെന്ന് തീരുമാനിച്ചതാ. പിന്നെ ഞാൻ എത്ര കരഞ്ഞാലും നിലവിളിച്ചാലും ഇന്നത്തോടെ എല്ലാം തീരുമല്ലോ. ഹലോ, ഞാൻ താഴേക്ക് നോക്കി. കാണാത്തപ്പം മനസ്സിലായി ഇവിടെ തന്നെ കാണുന്നു. ദാ, നാളെ ആതിരയ്ക്ക് ഉടുക്കേണ്ട സാരിയാ. വാങ്ങിച്ചോ? ഈ സാരി ഉടുത്ത് നീ ഒരുങ്ങി നിൽക്കുമ്പോ കാണുന്നവരിൽ കുറച്ചു പേർക്കെങ്കിലും തോന്നണം സന്ദീപ് നിന്നെയാണോ കെട്ടാൻ പോകുന്നേന്ന്. നിങ്ങള് വൃന്ദാവനക്കാരുടെ മുഖം എന്താ ഇങ്ങനെ? എല്ലാവർക്കും വിഷമാവസ്ഥയാണല്ലോ. താഴെ ഞാൻ കണ്ടു 2-3 പേര് വിഷമിച്ച് നിൽക്കുന്നത്. സന്ദീപിനെ മരുമകനായി, അളിയനായി, അനിയനായി, ഭർത്താവായിട്ടൊക്കെ സ്വപ്നം കണ്ടിട്ട് നടക്കാത്തതിന്റെ നിരാശയാണോ? അതിലിപ്പോ നിരാശപ്പെടാൻ എന്തിരിക്കുന്നു? ആരെങ്കിലും പറഞ്ഞോ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒരു പരിധിക്കപ്പുറം ആഗ്രഹിക്കാൻ? ആഗ്രഹങ്ങളാ അവസാനം ഈ കണ്ണു നിറയ്ക്കുന്നത്. കഴിഞ്ഞ തവണ സന്ദീപിന്റെ അനഘയുടെ വിവാഹം നിശ്ചയിച്ചപ്പോ ഇതല്ലായിരുന്നല്ലോ മുഖഭാവം. അർച്ചനയുടെ മുഖത്ത് തന്റെ ഇടം ഇങ്ങനെ പ്രകടമാവുന്നുണ്ടായിരുന്നു. വിവാഹം മുടക്കുന്നുള്ള വാശി. ഇത്തവണ അത് കാണുന്നില്ല. എന്തുപറ്റി? ആതിരെ, നീ താഴേക്ക് ചെല്ല. ആതിരെ നിന്നെ. ഇന്നൊരു ദിവസം ഞാൻ പറയുന്നത് കേൾക്കണം. കാരണം തോൽവിയിൽ ഒളിച്ചോടുന്നത് അത്ര നല്ല രീതിയല്ല. ഇന്നുകൂടി കഴിഞ്ഞാൽ ചിലപ്പോ ഇത് പറയാൻ പറ്റിയെന്ന് വരില്ല. ആതിരെ, ഇവിടെ നിൽക്കേ. അനിയത്തിക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും ചേച്ചിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ഞാൻ കരുതിയത് ആതിര ഇന്ന് ഇവിടേക്കും നാളെ വിവാഹത്തിനും വരില്ലെന്നാ.
അല്ല, വന്നതുകൊണ്ട് ചോദിക്കാട്ടോ, ചേച്ചി മുമ്പത്തെ പോലെ ഇത് മുടക്കും വല്ല ഉറപ്പും തന്നിട്ടുണ്ടോ? തന്നാലും സാരമില്ല, എനിക്കറിയാതെ. കാരണം ഇത് മുടക്കാനുള്ള ധൈര്യം ആൾബലമൊന്നും ചേച്ചിക്കിപ്പ ഇല്ല. ഇനിയെങ്കിലും അതിലൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ നിന്റെ ചേച്ചിക്ക് എത്ര മിടുക്ക് പോരാ. മുന്നിൽ അബ്ദുൾ ഖാദറും പിന്നിൽ സന്ധ്യയും വേണം ഏതിനും. എന്നാൽ എനിക്ക് മറ്റാരുടെ ആവശ്യമില്ല, ആരെയും ഞാൻ ആശ്രയിക്കാറുമില്ല. എന്റെ അനിയത്തി ഏതവസ്ഥയിലാകണമെന്ന് നീ ആഗ്രഹിച്ചോ, ആ അവസ്ഥയിലാ ഇപ്പൊ നിന്റെ അനിയത്തി. അനിയത്തിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തതിന്റെ പ്രൗഢിയിൽ ഞാനിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോ അനിയത്തിയുടെ കണ്ണീരൊപ്പാനെ നിനക്ക് വിധിയുള്ള അർച്ചന. ദാ ഇത് വാങ്ങിക്ക. നിന്റെ കണ്ണീരിൽ വലതുകാൽ ചവിട്ടി അനഘ മണ്ഡപത്തിലേക്ക് കയറുമ്പോ നീയും സുന്ദരിയായി എവിടെ ഉണ്ടാവണം. അതാണ് ഈ മത്സരത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഒന്ന്. വാങ്ങിക്കേ. നീ വാങ്ങിച്ചോടി. നിന്നോടുള്ള സ്നേഹം കൊണ്ട് തരുന്നതല്ലേ, നീ ഇത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഈ വിവാഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ, ആ വാശിയോടും അതേ തന്റെ ഇടത്തോടും കൂടി തന്നെ പറയാ, ഇത് ഞാൻ മുടക്കും. ഇവളുടെ കണ്ണീര് ചവിട്ടി അനഘ മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പേ തന്നെ. ഈ ഒരു പകലും ഒരു രാത്രിയുണ്ട്. നീ മുടക്കി കാണിക്കേ. അങ്ങനെയാണെങ്കിൽ നീതേ ഇങ്ങനെ വിളിക്കുന്നിടത്ത് ഞാൻ നിൽക്കും. നിന്നോട് ഞാൻ പറഞ്ഞതാ എല്ലാം നമുക്ക് അവസാനിപ്പിക്കാന്ന്. ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചതായിരുന്നു. അപ്പോഴല്ലേ സാരിയും കൊണ്ടുവന്ന് വെല്ലുവിളിച്ചത്. ഇനിയിപ്പോ അവസാനം കണ്ടിട്ടേ നിർത്തുന്നുള്ളൂ. ഇത്രയും നേരം നിങ്ങൾ പറയുന്നത് കേട്ടു നിന്നത് അർച്ചനയുടെ ബലഹീനത കൊണ്ടല്ല, ഒന്നും വേണ്ടാന്ന് ഇവള് കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ. താഴ്ന്നു തരുമ്പോ തോളി ചവിട്ടി കയറുന്ന നിങ്ങളുടെ സ്വഭാവത്തിനുള്ള മറുപടി അർച്ചന തന്നെ തരും. വാങ്ങിക്ക. നീ ഇത് ഉടുക്കണ്ട, സൂക്ഷിച്ചു വെച്ചിരുന്നാ മതി. നിന്റെയും സന്ദീപിന്റെയും വിവാഹത്തിന് അവന്തികേട്ടത്തെ ഇപ്പോഴേ നിനക്ക് സമ്മാനമായിട്ട് തന്നൂന്ന് കരുതിയാ മതി. ആ കൊച്ചൊന്നാമതേ കരഞ്ഞു തളർന്ന് മനസ്സ് കലങ്ങിയിരിക്കുക. നീ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് അതിനെ വീണ്ടും തകർക്കാതെ അർച്ചനെ. മോളെ, ചേച്ചി ഇങ്ങനെ പല വാക്കും തരും, അറിവില്ലായ്മ ഉണ്ടാ. ചേച്ചിയുടെ ഉറപ്പിൽ ധൈര്യമായി ഓരോന്ന് ചെയ്യാൻ നിന്റെ പേര് അനഘയെന്നും നിന്റെ ചേച്ചിയുടെ പേര് അവന്തിക എന്നും അല്ലല്ലോ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, നടക്കാത്ത കല്യാണത്തിന് വിഡ്ഢിവേഷം കെട്ടാൻ നിൽക്കരുതെന്ന്. ചേച്ചിയുടെ ഉറപ്പിൽ ധൈര്യമായിട്ട് ഓരോന്നും ചെയ്യാൻ നിന്റെ പേര് ആതിരയെന്നും നിന്റെ ചേച്ചിയുടെ പേര് അർച്ചനയെന്നും അല്ലല്ലോ. ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വാക്കു കൊടുക്കുന്ന ചേച്ചിയും അത് വിശ്വസിക്കുന്ന അനിയത്തി. കഷ്ടം തന്നെ. എന്നോട് കൂടുതലായി ഏട്ടനും ഏട്ടത്തി ഒന്നും ചോദിക്കരുത്. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. ഞാൻ കാരണമുണ്ടായ എല്ലാത്തിനും ഞാനിപ്പോ മാപ്പ് ചോദിക്കുക.
എടുത്തി അതിനോട് പറഞ്ഞേക്കണം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അവളെ ഞാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്നുവെന്ന്. ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞ സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം. സന്ദീപിന്റെ ഇഷ്ടമില്ലാതെ നടക്കുന്ന ഈ വിവാഹം തടയാനായില്ലെങ്കിൽ അവിടെ തീരുമല്ല. എന്തായാലും ഒരിക്കൽ കൂടി സന്ദീപിനോട് സംസാരിക്കാം. ചിലപ്പോ അവനെല്ലാം പറഞ്ഞാലോ. സന്ദീപേ, 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 നീ എന്താ ഫോൺ എടുക്കാത്തെ? നിന്റെ പേടിയൊക്കെ മാറിയോ? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നാളെ വിവാഹത്തിന് എന്തെങ്കിലും എതിര് വർത്തമാനം നിന്റെ വായിൽ നിന്ന് വന്നാൽ നിന്റെ അച്ഛനെയും ചേട്ടന്മാരെയും ഏട്ടത്തിമാരെയും പച്ചയ്ക്ക് കൊളുത്ത് ഞാൻ. മര്യാദയ്ക്ക് ആ പെണ്ണിനെയും കെട്ടി തിരിച്ചു പോന്നോണം. അതിനിടയ്ക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ നിന്നാൽ അന്ന് നിന്റെ ചേട്ടനെ വണ്ടി തട്ടിയതുപോലെ ആവില്ല. എടോ, ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു വണ്ടി വന്ന് തട്ടി. അവിടെയുള്ളവരുടെ നെഞ്ചത്തു കൂടിയാവും ഞാൻ വണ്ടി കയറ്റാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം നിന്റെ മനസ്സിലുണ്ടാവണം. എന്തെങ്കിലും മറന്ന് നിന്റെ ചുവടൊന്ന് പിഴച്ചാൽ നെല്ലിശ്ശേരിയിലുള്ള ആരെയും പിന്നെ നീ ജീവനോടെ കാണില്ല. ഹലോ. ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. സന്ദീപിനും അനഘയ്ക്കും എൻ്റെ വിവാഹ മംഗളാശംസകൾ. സച്ചേട്ടാ, സച്ചേട്ടന്റെ ഒരു ഫ്രണ്ട് സൈബർ സെല്ലിൽ ജോലി ചെയ്യുന്നതായിട്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. ഞാനൊരു കോണ്ടാക്ട് നമ്പർ തരാം, അതൊന്ന് ട്രേസ് ചെയ്ത് പറയാൻ പറ്റുമോ?
ആ പറയാം. ആദ്യം താൻ വെപ്രാളപ്പെടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ പറഞ്ഞില്ലേ സന്ദീപിനെ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാ സന്ദീപ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന്. അത് ശരിയായിരുന്നു. അയാളുടെ നമ്പർ എനിക്ക് കിട്ടി. അയാളുടെ പേരെന്താ? പേരറിയില്ല, നമ്പർ അറിയാം. അത് തനിക്ക് എവിടെ നിന്ന് കിട്ടി? സന്ദീപ് തന്നോ? അല്ല, ഞാൻ സന്ദീപിന്റെ മുറിയിൽ ചെന്നപ്പോ അവൻ വാഷ്റൂമിലായിരുന്നു. ഫോൺ ബെല്ല് കേട്ട് അവൻ വാഷ്റൂമിലാണെന്ന് പറയാൻ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. അത് അയാളായിരുന്നു. സന്ദീപ് ആ കോൾ അറ്റൻഡ് ചെയ്തെന്ന് കരുതി അയാൾ സംസാരിച്ചു എന്നോട്. എന്നിട്ട് സന്ദീപ് ഈ വിവാഹത്തിന് എന്തെങ്കിലും എതിര് പറഞ്ഞ് അച്ഛനടക്കം ഈ വീട്ടിലെ എല്ലാവരെയും കൊല്ലുമെന്നാ ഭീഷണി. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് സച്ചേട്ടാ. അന്ന് സച്ചേട്ടന് ആക്സിഡന്റ് ഉണ്ടായിന്ന് പറഞ്ഞില്ലേ, അത് വെറും ആക്സിഡന്റ് അല്ല. വിളിക്കുന്ന അയാൾ മനഃപൂർവ്വം ചെയ്തതാ. അയാളത് ഫോണിൽ കൂടി പറഞ്ഞു. സച്ചേട്ടാ, അതാരായാലും അയാളെ വെറുതെ വിടരുത്. നമ്മുടെ എല്ലാവരുടെയും സമാധാനം ഇല്ലാതാക്കി അയാളെ കണ്ടെത്തി നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ആ താൻ വേഗം കോണ്ടാക്ട് നമ്പർ ഇതാ. എവിടെ എഴുതി വെച്ചിരിക്കുന്നേ? ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല, എന്റെ ഓർമ്മയിലുണ്ട്. ആ ഗ്രേറ്റ്. താൻ വേഗം പറ.